A body is thrown up with a velocity 50 meter per second. Calculate the maximum height reached and the time taken to reach the maximum height. അതായത് ഒരു ബോഡി മുകളിലേക്ക് എറിയാണ്. എറിയുമ്പോൾ ഉള്ള വെലോസിറ്റി 50 മീറ്റർ പെർ സെക്കൻഡ് ആണ്. കാൽക്കുലേറ്റ് ദ മാക്സിമം ഹൈറ്റ് റീച്ച്ഡ്, ഏറ്റവും കൂടുതൽ എത്ര ദൂരം, മാക്സിമം എത്ര ഹൈറ്റിലേക്ക് ഈ ബോഡി എത്തിയിരിക്കും എന്നത് നമ്മൾ കണ്ടുപിടിക്കണം. ആൻഡ് ദ ടൈം ടേക്കൺ ടു റീച്ച് ദ മാക്സിമം ഹൈറ്റ്, ആ മാക്സിമം ഹൈറ്റ് എത്താൻ എത്ര ടൈം എടുത്തു. ഈ രണ്ട് കാര്യങ്ങളാണ് ഈ പ്രോബ്ലത്തിൽ നമ്മൾ തന്നിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ എഴുതേണ്ടത്. ഗിവൺ ഡാറ്റ, ഇനീഷ്യൽ വെലോസിറ്റി ആയിട്ടുള്ള യു തന്നിട്ടുണ്ട് അല്ലേ. 50 മീറ്റർ പെർ സെക്കൻഡിലാണ് ബോഡീനെ മുകളിലേക്ക് എറിയുന്നത്. സോ ഇനീഷ്യൽ വെലോസിറ്റി യു ഈസ് 50 മീറ്റർ പെർ സെക്കൻഡ്. ഇനി എന്തെല്ലാം കണ്ടുപിടിക്കണം? മാക്സിമം ഹൈറ്റ് റീച്ച്ഡ്, അതായത് മാക്സിമം ഡിസ്റ്റൻസ് എത്ര എത്തിയെന്നല്ലേ, അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് എസ് കണ്ടുപിടിക്കണം. അതുപോലെ അതിനെടുത്ത ടൈം കണ്ടുപിടിക്കണം. നമുക്കറിയാം മാക്സിമം ഹൈറ്റിൽ എത്തിച്ചേരുമ്പോൾ അതിൻ്റെ വെലോസിറ്റി എത്രയായിരിക്കും? അത് 0 ആയിട്ടുണ്ടാവും അല്ലേ. പരമാവധി ഉയരത്തിലെത്തി കഴിയുമ്പോൾ അത് ജസ്റ്റ് ഒരു മിനിറ്റ് നിന്നതിൻ്റെ ശേഷം പിന്നെ താഴേക്ക് വരികയാണ് ചെയ്യുക. അപ്പോൾ എറിഞ്ഞ വസ്തു മാക്സിമം ഹൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചു വരിക ചെയ്യുക. അപ്പോൾ ആ പോയിന്റിൽ, മാക്സിമം ഹൈറ്റിൽ എത്തുന്ന പോയിന്റിൽ അതിൻ്റെ ഫൈനൽ വെലോസിറ്റി 0 ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അറിയാവുന്നത്. അതുകൂടാതെ മുകളിലേക്ക് എറിയുന്ന ഒരു വസ്തുവിൻ്റെ ആക്സിലറേഷൻ -10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് എന്നും നമുക്കറിയാം. യഥാർത്ഥത്തിൽ അത് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അത് റൗണ്ട് ചെയ്ത് നമ്മൾ 10 ആയി എടുക്കുകയാണ്. മുകളിലേക്ക് എറിയുമ്പോൾ -10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറും, അതേസമയം താഴേക്ക് വീഴുന്ന ഒബ്ജക്റ്റുകളാണെങ്കിൽ, ഫ്രീ ഫോൾ ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആണെങ്കിൽ അതിൻ്റെ ആക്സിലറേഷൻ +10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറുമായാണ് എടുക്കുന്നത്. ഇനി ഏത് ഇക്വേഷൻ ഉപയോഗിക്കണം? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എസ്സും ടിയുമാണ്. എസ് കാണാൻ ut + ½ at² എന്നുള്ള ഇക്വേഷൻ നമുക്കറിയാം. എസ് ഈസ് ഈക്വൽ ടു ut + ½ at². പക്ഷേ ഈ ഇക്വേഷൻ ഉപയോഗിക്കണമെങ്കിൽ എയും ടി ഇത് രണ്ടും നമുക്കറിയില്ല. അതുകൊണ്ട് ഈ ഇക്വേഷൻ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ഉൾപ്പെടുന്ന വേറൊരു ഇക്വേഷൻ കൂടി ഉണ്ട്, തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ. v² ഈസ് ഈക്വൽ ടു u² + 2as. ഈ ഇക്വേഷനിൽ ടി ഇല്ല. അതുകൊണ്ട് വിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0² ഈസ് ഈക്വൽ ടു u² മീൻസ് 50² + 2 ഇൻറ്റു ആക്സിലറേഷൻ, ഒബ്ജക്റ്റ് മുകളിലേക്ക് പോവുക ആയതുകൊണ്ട് -10 ഇൻറ്റു അറിയില്ല, എസ് നമ്മൾ കണ്ടുപിടിക്കാൻ പോണതാണ്. അതായത് 0 ഈസ് ഈക്വൽ ടു 50² മീൻസ് 50 ഇൻറ്റു 50. 50 ഇൻറ്റു 50 എന്ന് പറഞ്ഞാൽ 0² എന്ന് പറയുമ്പോൾ 2 തവണ 0 വരും. 50 ഇൻറ്റു 50 2500 കിട്ടും. +2 ഇൻറ്റു 10 20. ഇവിടെ ഒരു മൈനസ് സൈനും കൂടി വരുന്നുണ്ട്, അപ്പോൾ -20s. ഈ -20sനെ നമ്മൾ ഈക്വൽ ടു സൈനിൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ എന്ത് കിട്ടും? 20s ഈസ് ഈക്വൽ ടു 2500 എന്ന് കിട്ടും. ഇതിൽ നിന്ന് s ഈസ് ഈക്വൽ ടു 2500 ഡിവൈഡഡ് ബൈ 20. ഓരോ 0 ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ ബാക്കി 250/2, 250ൻ്റെ പകുതി എത്രയാണ്? 125 മീറ്റർ. സോ ദ മാക്സിമം ഹൈറ്റ് റീച്ച്ഡ് എന്ന് പറയുന്നത് 125 മീറ്റർ ആയിരിക്കും. ഇനി ഇതിനെടുത്ത ടൈം കൂടി നമുക്ക് കണ്ടുപിടിക്കണം. അതിന് നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ ഉപയോഗിക്കാം. v ഈസ് ഈക്വൽ ടു u + at. ഹിയർ v അറിയാം 0 ആണ്, u 50 ആണ്, പ്ലസ് a -10 ആണ്, t നമുക്ക് കണ്ടെത്തണം. 0 ഈസ് ഈക്വൽ ടു 50 + -10t, അതെന്ത് വരും?
പ്ലസ് ഇൻറ്റു മൈനസ് എന്ന് വന്നു കഴിഞ്ഞാൽ അത് മൈനസ് ആണ് അല്ലേ, -10t. ഇനി ഈ -10tനെ നമ്മൾ ഈ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് +10t ആവും. ദാറ്റ് ഈസ് ഈക്വൽ ടു അപ്പുറത്തെ സൈഡിൽ 50 മാത്രം. സോ t ഈസ് ഈക്വൽ ടു 50/10. ദാറ്റ് ഈസ് 5 സെക്കൻഡ്. അങ്ങനെ 5 സെക്കൻഡ് എന്ന് ആൻസർ കിട്ടും. A car starting from rest travels with uniform acceleration. യൂണിഫോം ആക്സിലറേഷനോട് കൂടി മൂവ് ചെയ്യുന്ന ഒരു കാർ റെസ്റ്റിൽ നിന്നാണ് അത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇഫ് ഇറ്റ് കവേഴ്സ് 100 മീറ്റർ ഇൻ 5 സെക്കൻഡ് കാൽക്കുലേറ്റ് ദ ആക്സിലറേഷൻ ഓഫ് ദ കാർ. അത് 5 സെക്കൻഡ് കൊണ്ട് 100 മീറ്റർ ദൂരം കവർ ചെയ്താൽ അല്ലെങ്കിൽ ദൂരം ട്രാവൽ ചെയ്താൽ അതിൻ്റെ ആക്സിലറേഷൻ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ആദ്യം നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ എഴുതാം. റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയുന്നത് കൊണ്ട് ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ് എന്ന് നമുക്കറിയാം. അതുപോലെ ഇറ്റ് കവേഴ്സ് 100 മീറ്റർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞത് കൊണ്ട് എസ് ഈസ് ഈക്വൽ ടു 100 മീറ്റർ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ദ ടൈം ടേക്കൺ ഈസ് 5 സെക്കൻഡ്. And we have to find the acceleration. How much is the acceleration? Acceleration കാണാൻ നമുക്കറിയാവുന്ന ഒരു ഇക്വേഷനാണ് A ഈസ് ഈക്വൽ ടു V മൈനസ് u/t. ഇത് ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ്റെ റീഅറേഞ്ച്മെൻ്റ് ആണ് അല്ലേ. ഇവിടെ നമുക്ക് ഫൈനൽ വെലോസിറ്റി അറിയില്ല, അതുപോലെ ആക്സിലറേഷനും അറിയില്ല. സോ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ സാധിക്കില്ല. ഇനി നമുക്ക് എന്താണ് വഴി? നമുക്ക് എസ് തന്നിട്ടുണ്ട്, ഇക്വേഷനിൽ എസ് തന്നിട്ടുള്ളത് കൊണ്ട് എസ് ഉൾപ്പെടുന്ന ഇക്വേഷൻ എടുക്കാം. എസ് ഈസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് at². ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ആക്സിലറേഷൻ കണ്ടെത്താം. തന്നിട്ടുള്ള വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എസ് 100 ആണ്. സോ 100 ഈസ് ഈക്വൽ ടു u ഈസ് 0 ഇൻറ്റു ടൈം t 5 സെക്കൻഡ് ആണ്. അതുകൊണ്ട് ut 0 ഇൻറ്റു 5 ആയി, പ്ലസ് ഹാഫ് ഇൻറ്റു എ നമുക്കറിയില്ല, നമ്മളത് കാണാൻ പോവുകയാണ്. t² എന്താവും? 5² ആവും. അതായത് 100 ഈസ് ഈക്വൽ ടു 0 ഇൻറ്റു 5, അത് 0 ആണ്, പ്ലസ് ഹാഫ് ഇൻറ്റു എ ഇൻറ്റു 5² എത്രയാണ്? 5 ഇൻറ്റു 5 25. ഇനി നമുക്കിതിൻ്റെ അടുത്ത സ്റ്റെപ്പിൽ 100 ഈസ് ഈക്വൽ ടു 0 പ്ലസ് ഹാഫ് ഇൻറ്റു എ ഇൻറ്റു 25 അല്ലേ. അതായത് 25/2a എന്നെഴുതാം. ഇനി നമുക്ക് 100 ഈസ് ഈക്വൽ ടു 25/2a ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട എ മാത്രം നമുക്കിവിടെ നിർത്താം. ബാക്കിയുള്ളതിനെ, അതായത് ഈ 25/2നെ നമുക്ക് ഈ ഈക്വൽ ടു സൈനിൻ്റെ മറുവശത്തേക്ക് കൊണ്ടുപോകണം. ഓൾറെഡി ഇവിടെ 100 ഉണ്ട്, ആ 100 നമ്മൾ ആദ്യം എഴുതി. ഇനി ഇവിടെ /2 എന്നുള്ളത് ഇങ്ങോട്ട് കടക്കുമ്പോൾ ഇൻറ്റു 2 ആവും അല്ലേ. ഇവിടെ ഡിവിഷൻ ആണെങ്കിൽ അത് ഈക്വൽ ടു സൈനിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അത് ഓപ്പോസിറ്റ് ആയിട്ട് മാറും അല്ലേ. അതായത് ഡിവിഷൻ ആണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ആവും. അതുപോലെ 25 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തതാണ് എയിനായിട്ട്. സോ അത് ഇവിടേക്ക് വരുമ്പോൾ /25 ആയി മാറും. ഇനി 100/25 നമുക്കറിയാം 4 പ്രാവശ്യമാണ് 100ൽ 25 ഉള്ളത് അല്ലേ. 25 4 ആണ് 100. സോ 25 ഇൻറ്റു 4 ഈസ് 100. 4 ഇൻറ്റു 2 എത്രയാണ് വരിക? 8 എന്ന് കിട്ടും. ഇനി അത് ആക്സിലറേഷൻ ആയതുകൊണ്ട് അതിൻ്റെ യൂണിറ്റ് കൂടി നമ്മൾ ചേർത്ത് എഴുതണം. 8 meter/second². സോ വി ഗോട്ട് ദ ആൻസർ. ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു 8 meter/second². The third
question is this. The velocity of a train which starts from rest is 72 km per hour in 5 minutes. റെസ്റ്റിൽ നിന്ന് യാത്ര ആരംഭിച്ച ഒരു ട്രെയിനിൻ്റെ വെലോസിറ്റി 72 കിലോമീറ്റർ പെർ അവർ ആണ്. ഇൻ 5 മിനിറ്റ്, 5 മിനിറ്റ് കൊണ്ട് ഇത്രയും 72 കിലോമീറ്റർ പെർ അവർ വെലോസിറ്റിയിലേക്ക് ട്രെയിൻ വന്നു. ട്രെയിൻ ആദ്യം റെസ്റ്റിലായിരുന്നു. ഫൈൻഡ് ഇറ്റ്സ് ആക്സിലറേഷൻ ആൻഡ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ട്രെയിൻ ഇൻ ദിസ് ടൈം. ഇവിടെ ട്രെയിനിൻ്റെ ആക്സിലറേഷനും അതുപോലെ ട്രെയിൻ ഈ 5 മിനിറ്റ് കൊണ്ട് സഞ്ചരിച്ച ദൂരവും ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം തന്നിരിക്കുന്ന ഡാറ്റ നമുക്ക് എഴുതാം. സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് എന്ന് പറഞ്ഞതുകൊണ്ട് ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ് എന്ന് മനസ്സിലാക്കാം. ഫൈനൽ വെലോസിറ്റി 5 സെക്കൻഡ് സമയം കൊണ്ട് എത്തിയ വെലോസിറ്റി 72 കിലോമീറ്റർ പെർ അവർ ആണ്. ഇത് SI യൂണിറ്റ് അല്ല, മീറ്റർ പെർ സെക്കൻഡിലേക്ക് നമുക്കിതിനെ കൺവേർട്ട് ചെയ്യണം. അതിനു വേണ്ടി 72നെ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് 72 ഇൻറ്റു 5/18 അത്രയും മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും ഫൈനൽ വെലോസിറ്റി. അതായത് ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 72ൽ 72/18 എന്ന് പറഞ്ഞാൽ അത് 4 ആണ്. 4. Therefore 4 into 5 is 20 meter per second. ഇവിടെ കിലോമീറ്റർ പെർ അവറിലുള്ള ഏത് പ്രോബ്ലം വന്നാലും അതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കാൻ നമ്മൾ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എങ്ങനെ 5/18 കിട്ടുന്നു എന്ന് സംശയമുണ്ടെങ്കിൽ ഇവിടെ കിലോമീറ്റർ പെർ അവർ ഇതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ, കിലോമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാൻ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഡിവൈഡഡ് ബൈ അവർ, അവറിനെ സെക്കൻഡ് ആക്കാൻ 60 ഇൻറ്റു 60 അല്ലേ, 60 മിനിറ്റ് അതിൽ 60 സെക്കൻഡ്, അതായത് 1000 ബൈ 3600. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 0 കട്ട് ചെയ്ത് പോയാൽ 2 കൊണ്ട് 10നെയും 36നെയും ഡിവൈഡ് ചെയ്യുമ്പോൾ 5, ഇവിടെ 18. അങ്ങനെയാണ് 5/18 നമുക്ക് കിട്ടുന്നത്. അങ്ങനെ u ഈസ് ഈക്വൽ ടു 0 ആണ്. v ഇപ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്ത് 20 മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റി. ഓൾസോ ടൈം t ഈസ് ഈക്വൽ ടു 5 മിനിറ്റ്. മിനിറ്റിനെ വീണ്ടും നമ്മൾ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. SI യൂണിറ്റ് സെക്കൻഡാണ്. 5 ഇൻറ്റു 60 ദാറ്റ് ഈസ് ഈക്വൽ ടു 300 സെക്കൻഡ്. ഇനി കണ്ടുപിടിക്കേണ്ടത് ആക്സിലറേഷൻ കണ്ടുപിടിക്കണം, അതുപോലെ ഡിസ്റ്റൻസ് ട്രാവൽഡ് അതായത് S കണ്ടുപിടിക്കണം. ഈ രണ്ടെണ്ണം കാൽക്കുലേറ്റ് ചെയ്യണം. മോഷൻ ഉപയോഗിച്ചാൽ നമുക്ക് ആക്സിലറേഷൻ കണ്ടുപിടിക്കാം. v ഈസ് ഈക്വൽ ടു u പ്ലസ് AT ഉപയോഗിച്ച് നമുക്ക് ആക്സിലറേഷൻ കണ്ടുപിടിക്കാം. ബാക്കി വിയും യുവും ടിയും എല്ലാം നമുക്ക് തന്നിട്ടുള്ളതാണ്. v ഈസ് ഈക്വൽ ടു u പ്ലസ് AT. v 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ വിക്ക് പകരം 20 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. u 0 ആണ്. പ്ലസ് എ നമുക്കറിയില്ല. ടൈം 5 മിനിറ്റ് ആണ്. ആ മിനിറ്റിനെ നമ്മൾ സെക്കൻഡിലേക്ക് മാറ്റിയിട്ട് 300 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്ത് കിട്ടി? 20 ഈസ് ഈക്വൽ ടു 300 A എന്ന് കിട്ടി. നമുക്കിതിന്ന് കണ്ടുപിടിക്കേണ്ടത് A ആണ്. അപ്പോൾ A മാത്രം നമ്മൾ അവിടെ നിർത്തുന്നു. 300 ഇൻറ്റു 300നെ നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരുന്നു. ഓൾറെഡി 20 ഉണ്ട് അവിടെ, അത് നമ്മൾ ആദ്യമേ എഴുതി. ഇനി ഇവിടെ നിന്ന് വരുന്ന 300 ഡിവൈഡഡ് ബൈ 300 ആയി മാറും. ഇപ്പോൾ നമുക്ക് ആക്സിലറേഷൻ എന്ത് കിട്ടും? ഓരോ സീറോസ് കട്ട് ചെയ്ത് കളയാം. 2/30 കിട്ടി. 2/30 എന്ന് പറഞ്ഞാൽ അതെന്താണ്? A ഈസ് ഈക്വൽ ടു 2/30 എന്ന് പറഞ്ഞാൽ 1/15 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അങ്ങനെ ട്രെയിനിൻ്റെ ആക്സിലറേഷൻ 1/15 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് എന്ന് കണ്ടെത്തി.
നെക്സ്റ്റ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ട്രെയിൻ കണ്ടുപിടിക്കണം. അതിന് നമ്മൾ സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ഉപയോഗിക്കാം. എസ് നമുക്ക് കാണാനുള്ളതാണ്, അതുകൊണ്ട് അവിടെ ഒന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ട. യു 0 ആണ്, ടി 300 ആണ്, പ്ലസ് ഹാഫ് ഇൻറ്റു ആക്സിലറേഷൻ ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 1/15 ആണ്, ഇൻറ്റു ടി സ്ക്വയർ 300 സ്ക്വയർ. 0 ഇൻറ്റു 300 എന്ന് പറഞ്ഞാൽ 0 ആണ് അല്ലേ? ഏത് സംഖ്യേനെയും 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ 0 ആയിരിക്കും. പ്ലസ് ഹാഫ് ഇൻറ്റു 1/15 ഇൻറ്റു 300 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 300 ഇൻറ്റു 300. അപ്പോൾ 3 ഇൻറ്റു 3 9 ആണ്, പിന്നെ 4 സീറോസ് വരും. ഇനി ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്താൽ ഇവിടെ 3 കൊണ്ട് രണ്ടിനെയും ഡിവൈഡ് ചെയ്യാം. 5 വരും, ഇവിടെ 3 വരും. ഇനി വീണ്ടും 5 കൊണ്ട് 30,000നെ ഡിവൈഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ വീണ്ടും 6,000 ആയിട്ട് മാറും അത്. ഇനി 1/2 ഇൻറ്റു 6,000 അതെത്ര വരും? 6,000ൻ്റെ പകുതി, ദാറ്റ് ഈസ് 3,000 മീറ്റർ അല്ലെങ്കിൽ 3 കിലോമീറ്റർ. Fourth question. A stone dropped down from a height hits the ground at the 4th second. ഒരു ഹൈറ്റിൽ നിന്ന് താഴേക്കിട്ട സ്റ്റോൺ 4ാമത്തെ സെക്കൻഡിൽ 4th സെക്കൻഡിൽ ഗ്രൗണ്ട് തൊടുന്നു. കാൽക്കുലേറ്റ് ദ വെലോസിറ്റി വിത്ത് വിച്ച് ഇറ്റ് ഹിറ്റ്സ് ദ ഗ്രൗണ്ട്. അത് തറ തൊടുന്ന വെലോസിറ്റി അതാണ് കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് ദ ഹൈറ്റ് ഫ്രം വിച്ച് ഇറ്റ് ഈസ് ഡ്രോപ്ഡ്. ഏത് ഹൈറ്റിൽ നിന്നാണ് ആ കല്ല് ഡ്രോപ്പ് ചെയ്തത് എന്നും കണ്ടുപിടിക്കണം. ഹിയർ ദ ഗിവൺ ഡാറ്റ t ഈസ് ഈക്വൽ ടു 4 സെക്കൻഡ്. ഓൾസോ വി നോ ദാറ്റ് ആക്സിലറേഷൻ ഈസ് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. സ്റ്റോൺ താഴേക്ക് വീഴുകയാണ്, അതുകൊണ്ട് ആക്സിലറേഷൻ പോസിറ്റീവാണ്. ഗ്രാവിറ്റി മൂലമുള്ള ആക്സിലറേഷൻ എ ഈസ് ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. കൂടാതെ ആദ്യം റെസ്റ്റിലായിരുന്നു ഈ കല്ല്. സോ യു ഈസ് ഈക്വൽ ടു 0. ഫൈനൽ വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കണം. അതുപോലെ ഡിസ്റ്റൻസ് ഫ്രം അല്ലെങ്കിൽ ഹൈറ്റ് ഫ്രം വിച്ച് ഇറ്റ് ഈസ് ഡ്രോപ്ഡ് എസ്സും കണ്ടുപിടിക്കണം. ഇതിനു വേണ്ടി ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ എടുത്താൽ v ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന ഇക്വേഷനിൽ നിന്ന് നമുക്ക് v കണ്ടുപിടിക്കാം. അതിനുവേണ്ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. യു ഈസ് ഈക്വൽ ടു 0 പ്ലസ് എ 10 ആണ്, ഇൻറ്റു ടി 4 ആണ്. നേരിട്ട് 0 പ്ലസ് 10 ഇൻറ്റു 4 40, ദാറ്റ് ഈസ് 40 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഈ സ്റ്റോൺ തറയിലെത്തുമ്പോൾ അല്ലെങ്കിൽ ഗ്രൗണ്ട് തൊടുമ്പോഴുള്ള അതിൻ്റെ വെലോസിറ്റി എന്ന് കാണാം. ഇനി ഏത് ഹൈറ്റിൽ നിന്നാണ് ഈ സ്റ്റോൺ ഡ്രോപ്പ് ചെയ്തത് എന്ന് കണ്ടുപിടിക്കാൻ എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. യു 0 ആണ്, ടി 4 ആണ്, പ്ലസ് ഹാഫ് ഇൻറ്റു 10 ആണ് ആക്സിലറേഷൻ, ടി സ്ക്വയർ ഈസ് 4 സ്ക്വയർ. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 ഇൻറ്റു 4 0 പ്ലസ് ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു 4 സ്ക്വയർ മീൻസ് 4 ഇൻറ്റു 4 16. അതായത് 0 പ്ലസ് ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു 16. ഈ 2 16 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 16/2 8 കിട്ടും. 8 ഇൻറ്റു 10 80. ദാറ്റ് ഈസ് 0 പ്ലസ് 80 മീൻസ് 80 മീറ്റർ. അതായത് 80 മീറ്റർ ഉയരത്തിൽ നിന്നാണ് കല്ല് ഡ്രോപ്പ് ചെയ്തത്.